പനീറും മറ്റു പച്ചക്കറികളും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ് പനീർ കട്ട്ലറ്റ്. നോൺ വെജിറ്റേറിയൻസ് ആയിക്കൊള്ളട്ടെ വെജിറ്റേറിയൻസ് ആയിക്കൊള്ളട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദുള്ള കട്ട്ലറ്റ് ആണിത്. എങ്ങനെയാണ് ഈ പനീർ കട്ട്ലറ്റ് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു തസീന. പനീർ കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ: ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ 100 ഗ്രാം, ഉപ്പ്, ചിക്കൻ മസാല 1 ടീസ്പൂൺ, വേവിച്ച പൊട്ടറ്റോ ഉടച്ചു വെച്ചത്, ജിഞ്ചർ ഗാർലിക് പൗഡർ 1 ടീസ്പൂൺ, ചുവന്ന മുളക് പൊടി 1 ടീസ്പൂൺ, ഉള്ളിപ്പൊടി 1 ടീസ്പൂൺ, ബ്രെഡ് ക്രംസ് 1 കപ്പ്, മുട്ട 1. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പനീറിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ഉള്ളിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം. എല്ലാ ചേരുവകളും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ല പാകത്തിന് കിട്ടണം. ഇവിടെ നമ്മൾ എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് കട്ട്ലറ്റിന്റെ ആകൃതിയിൽ പരത്തിയെടുക്കാം. ചെറിയ ഒരു ഉരുള എടുത്തതിന് ശേഷം അത് പരത്തിയെടുത്താൽ മതിയാകും. ഇങ്ങനെ ഇവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് മുട്ടയിൽ മുക്കിയെടുക്കണം. അതിനുശേഷം ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയെടുക്കാം. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. ഇങ്ങനെ ഓരോന്നും എടുത്തു വെക്കണം. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ആ എണ്ണയിലേക്ക് ഇത് ഓരോന്നും ഇട്ട് വറുത്തെടുക്കാം. രണ്ട് സൈഡും മറച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ബ്രൗൺ നിറമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാവുന്നതാണ്. നമ്മുടെ പനീർ കട്ട്ലറ്റ് അങ്ങനെ വളരെ എളുപ്പത്തിന് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ tayaraki എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നിങ്ങളും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലറ്റ് ആണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.